എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വേദപുസ്തകത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാനായി ശ്രമിക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു പാട്ടിന്റെ വരികൾ നമുക്ക് എല്ലാവർക്കും സുപരിതമാണ്. അതിങ്ങനെയാണ്: ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ പാദമേൽക്കുവാൻ എന്ന് വിശ്വാസികൾ ആവേശത്തോടും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ പാടുന്ന ഒരു പാട്ടാണ്. എന്നാൽ ഈ ഒലിവുമലയിൽ അവന്റെ കാൽ ഉറയ്ക്കും, അല്ലെങ്കിൽ കാൽ നിൽക്കും എന്ന് സഖറിയാവിന്റെ പ്രവചനം 14 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കഴിഞ്ഞ 2 വീഡിയോകളിലൂടെ നമ്മൾ ധ്യാനിച്ചു വരികയാണ്. അത് കേൾക്കാത്തവർ ദയവായിട്ട് ഇതിനു മുൻപുള്ള വീഡിയോസ് കേൾക്കുവാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇന്ന് ഈ പദങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം യഹോവയുടെ തേജസ് വിശുദ്ധാന്തർ മന്ദിരത്തിൽ നിന്ന് കട്ടളപ്പടിയിൽ വന്നു നിൽക്കുകയും പിന്നെ തിരികെ വീണ്ടും കെരൂബുകളുടെ മീതെ പോയി ആവസിക്കുകയും ഒടുവിൽ കെരൂബുകളും ചക്രങ്ങളും എല്ലാം കൂടെ ചേർന്ന് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: ദേവാലയത്തിന്റെ നഗരത്തിന്റെ കിഴക്കുള്ള ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയി നിൽക്കുന്നു. നിൽക്കുന്ന അവിടെ നിന്ന് അത് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു എന്ന് നമ്മൾ വായിച്ചു. ഇതൊരു ചിത്രമാണ്. വിശുദ്ധാന്തർ മന്ദിരത്തിൽ ഇരിക്കുന്ന ദൈവ തേജസ് അവിടെ നിന്ന് ഇറങ്ങി യെരൂശലേം ദേവാലയത്തിന്റെ കിഴക്ക് വശത്തുള്ള പർവ്വതം നിശ്ചയമായിട്ട് ഒലിവുമലയാണ്. ആ ഒലിവുമലയുടെ മുകളിൽ പോയി നിൽക്കുന്നു. അവിടെ നിന്ന് അത് മുകളിലേക്ക് പോകുന്നു. ഇത് ഇസ്രായേലിന് സംഭവിപ്പാൻ പോകുന്ന മഹാവിപത്തിനെ കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബാബിലോൺ സമൂഹം വന്ന് ബാബിലോൺ രാജ്യം വന്നവരെ ആക്രമിക്കുവാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവണ്ണം തന്നെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ തേജസ്സായ ക്രിസ്തു, ദൈവ തേജസ്സായ ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും, നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും എന്ന് പറഞ്ഞിട്ട് അർത്ഥം നിങ്ങളുടെ ഭവനത്തിൽ ആവസിച്ചിരിക്കുന്ന ദേവാദി ദൈവം നിങ്ങളുടെ ഭവനത്തെ വിട്ടുപോകും, നിങ്ങളുടെ ഭവനം ശൂന്യമാകും, അത് നശിപ്പിക്കപ്പെടും എന്നുള്ള വ്യക്തമായ സൂചന ദൈവം ആ ജനതയ്ക്ക് തലമുറയിൽ നൽകുകയുണ്ടായി. അവിടെ നിന്ന് നമ്മൾ വായിക്കുന്നത് കർത്താവ് നേരെ യെരൂശലേമിലേക്ക് പോകുന്നു, മരിക്കുന്നു, അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു. 40 ദിവസം തന്റെ ശിഷ്യന്മാർക്ക് പല വിധത്തിൽ പ്രത്യക്ഷമായി ദൈവരാജ്യം സംബന്ധിച്ച ദൈവികമായ രഹസ്യങ്ങൾ അവരോട് സംഭാഷിക്കുന്നു. ശേഷം ഒലിവുമലയിൽ, അതേ ഒലിവുമലയിൽ പണ്ട് എസെക്കിയേൽ പ്രവാചകൻ കണ്ട ദർശനത്തിൽ കണ്ട ദൈവ തേജസ് എവിടെയാണോ വന്നു നിന്നത് അതേ ഒലിവുമലയിലേക്ക് കർത്താവായ യേശുക്രിസ്തു കയറിപ്പോകുകയും അവിടുത്തെ ശിഷ്യന്മാർ കാണുക അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്ത് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ മുകളിലേക്ക് അവൻ എടുക്കപ്പെടുന്നത് കാണുന്നു, അല്ലെങ്കിൽ തേജസ്സിലേക്ക് മറയപ്പെടുന്നത് കാണുന്നുണ്ട്. സെയിം തിങ് ആണ്. അതായത് ദേവാദി ദൈവം എങ്ങനെയാണോ പഴയ നിയമത്തിൽ തേജസ്സായിരുന്നവൻ എങ്ങനെ ദേവാലയം വിട്ടുപോയോ അതേ ക്രമത്തിൽ ജഡാവതാരമെടുത്ത് വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിൽ നിന്ന് നേരെ ഒലിവുമലയിലേക്ക് പോയി അവിടെ നിന്ന് തേജസ്കരിക്കപ്പെട്ടു എന്ന് നമ്മൾ വേദപുസ്തകം, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വേദവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വേദപുസ്തകം പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പഠിക്കാതെ വന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് പറയുന്നത് പോലെ ഒലിവുമല 2ആയിട്ട് പിളർന്നു പോകുമെന്ന്, അക്ഷരാർത്ഥത്തിൽ ആ പർവ്വതം ഇങ്ങനെ 2ആയി പിളർന്നതിന് നടുവിൽ ഒരു വലിയ താഴ്വര ഉണ്ടാകുമെന്ന് ഒക്കെയുള്ളതായ ക്രമങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കി അബദ്ധങ്ങളിൽ പോകേണ്ടി വരും. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകം പലപ്പോഴും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷകൾ, പ്രത്യേകിച്ച് പ്രൊഫറ്റിക്കൽ ലാംഗ്വേജുകളൊക്കെ തന്നെ മെറ്റാഫറിക്കലി ആയിരിക്കും, അല്ലെങ്കിൽ പാരബോളിക് ആയിട്ടും ആയിരിക്കും, അല്ലെങ്കിൽ സിംബോളിക് ആയിരിക്കും. പല നിലയിലായിരിക്കും ഇത് ഉപയോഗിച്ചിരിക്കുന്ന. ആലങ്കാരികമായിട്ടും ഉപമാലങ്കാരമായിട്ടും ഒക്കെ തന്നെ ആയിരിക്കും പലതും ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ ആലോചനകൾ പലതും പറയാനായിട്ട് ഇപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത നിലയിൽ വളരെ വിശദീകരണം ആവശ്യമുള്ളതാകൊണ്ട് പലപ്പോഴും പ്രവാചകന്മാർ, ദൈവത്തിന്റെ പ്രവാചകന്മാർ, വേദപുസ്തക എഴുത്തുകാരൊക്കെയും വലിയ കാര്യങ്ങളെ ഷോർട്ടായിട്ട് ഒരു പിക്ടോറിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു പാരബോളിക്കായിട്ട് വിവരണം ചെയ്യുന്നത് നമുക്ക് വളരെ സുപരിചിതമായ കാര്യമാണ്. വേദപുസ്തകത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വാക്യങ്ങൾ നമ്മൾ അടുത്ത ഒരു 3-ാമത്തെ പോർഷനിലേക്ക് പോകുന്നു. അതിന് ഒരു വാക്യം ഒന്ന് ജസ്റ്റ് വായിക്കുകയാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഈ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തേമാനിൽ നിന്നും
പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. തേമാനിൽ നിന്നും പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. ഈ തേമാൻ എന്ന് പറയുന്നതും പാറാൻ പർവ്വതം എന്ന് പറയുന്നതും യെറുശലേമിന്റെ തെക്കു വശത്തുള്ള അതേ രണ്ട് പർവ്വതങ്ങളാണ്. ഞാൻ അതിന് അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ സെക്കറിയ പ്രവചനത്തിലേക്ക് ഒന്ന് പോയ ശേഷം തിരിച്ചു വരികയാണ്. 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അന്നാളിൽ അവന്റെ കാൽ യെറുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും ഒരു പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം ഇപ്പോൾ വേണം, എന്നാൽ മാത്രമേ തുടർന്നുള്ള പഠനം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് നമ്മൾ ഇവിടുത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കിയാൽ, ജോഗ്രഫി മനസ്സിലാക്കിയാൽ, യെറുശലേം ദേവാലയം ഇരിക്കുന്നത് നമുക്കറിയാം. യെറുശലേമിന് കിഴക്ക് വശത്താണ് ഒലിവുമല. ഒലിവുമലയിൽ നിന്ന് താഴ്ത്തു പോകുമ്പോൾ ബെത്ഫഗ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ബെഥാനിയ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെ കിഴക്കോട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഭൂപടം എടുത്ത് നോക്കുക. അപ്പൊ യെറുശലേമിന്റെ കിഴക്ക് വശത്ത് നിൽക്കുന്ന മലയാണ് ഒലിവുമല. ഈ ഒലിവുമല പിളരുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കിഴക്ക് പടിഞ്ഞാറായിട്ട് പിളരുക. അതായത് യെറുശലേം പടിഞ്ഞാറ് വശത്ത് നിൽക്കുന്നു, കിഴക്ക് വശത്ത് ഒലിവുമല നിൽക്കുന്നു. ഒലിവുമല രണ്ടായിട്ട് പിളരുന്നു. നിങ്ങളുടെ മനസ്സിലെ ചിത്രം കൊണ്ടുവന്നേ. രണ്ടായിട്ട് പിളർ. അതെങ്ങനെ പിളരുന്നത്? വടക്ക് പടിഞ്ഞാറായിട്ട്, അല്ലെങ്കിൽ വടക്ക് തെക്കായിട്ട് ഇങ്ങനെ കുറുകയല്ല, മറിച്ച് വെർട്ടിക്കലി. അതായത് ഞാൻ ആ ഭൂപടത്തിന്റെ രീതി പറഞ്ഞത്. വെർട്ടിക്കലി മീൻസ് പടിഞ്ഞാറ് കിഴക്കായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഒത്ത നടുവേ പിളർക്കുന്നു. പിളർന്നിട്ട് അതിന്റെ പകുതി ഭാഗം നേരെ വടക്കോട്ട് പോകുന്നു, പകുതി ഭാഗം നേരെ തെക്കോട്ട് പോകുന്നു. ഇതിന്റെ രണ്ടിന്റെ നടുവിൽ വലിയൊരു താഴ്വര ഉളവാകുന്നു, അല്ലെങ്കിൽ വലിയൊരു വീതി ഉളവാകുന്നു. ഇത് നിങ്ങളുടെ മനസ്സിൽ ചിത്രമായിട്ട് നിൽക്കണം. ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നതാണോ? അല്ല. ഇത് ആലങ്കാരികമായ ഒരു സന്ദേശം കൈമാറാനുള്ള പ്രവാചകന്റെ ശ്രമമാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എപ്പോഴും ദൈവത്തിന്റെ തേജസ് വന്നു നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ജഡ്ജ്മെന്റ് ആണ്. അപ്പം ഇസ്രായേലിൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും അവരുടെ ദേവാലയത്തിന് ശൂന്യമാകാൻ പോകുന്നതിനെക്കുറിച്ചും ആ ജനവിഭാഗങ്ങൾ കൊള്ളയിടപ്പെടാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും അവർ കൊലപാതകത്തിന് ഇരയാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ചും വാളിനിരയായി മാറാൻ പോകുന്നു എന്ന മുന്നറിയിപ്പിന്റെ സന്ദേശമാണ് സെഖറിയ പ്രവാചകൻ ഇവിടെ കൊടുക്കുന്നത്. ഇനി പർവ്വതങ്ങൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ടായിട്ട് പിളരുന്നു. ഒരു ഭാഗം നേരെ വടക്കോട്ടും മറ്റേ ഭാഗം നേരെ തെക്കോട്ടും പോകും. അപ്പൊ തെക്ക് വടക്കായിട്ട് ഒരു പർവ്വതത്തിന്റെ രണ്ട് ഭാഗങ്ങൾ പോവുകയും അതിന് നടുവിൽ വലിയൊരു വീതി ഉളവാകുകയും ഒരു ഹൈവേ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു വാലി ഉണ്ടാകുന്നു എന്ന് നമ്മൾ കാണുന്നു. നിങ്ങൾ ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ, ഇനി അതിലേക്ക് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പർവ്വതങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ റെഫറൻസുകൾ മാത്രം പറഞ്ഞ് കൂടുതൽ വായിക്കാതെ അങ്ങ് പോകാം. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ദയവായിട്ട് ശാന്തമായിട്ട് ഇത് നോട്ട് ചെയ്യുവാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ ഹബക്കൂക്ക് പ്രവചനത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദൈവം ഇടന്നു വരുന്നു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു. എപ്പോഴും ശ്രദ്ധിച്ചോണം, തെക്ക് നിന്ന് എപ്പോഴും തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നത് കാണാൻ പറ്റും. ഞാൻ റെഫറൻസ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ പല ഭാഗങ്ങൾ എടുക്കാതെ പോകുന്നു. എപ്പോഴും ഇസ്രായേലിന് ശത്രുക്കൾ വന്നിട്ടുള്ളത് വടക്ക് നിന്നാണ്. പ്രത്യേകിച്ച് വടക്ക് നിന്ന് വരാനുള്ള കാരണം, ആ ചുറ്റുപാടുമുള്ള കിഴക്കുള്ള ആളുകളെല്ലാം നേരെ വടക്കോട്ട് സഞ്ചരിച്ച് ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് എപ്പോഴും അവരെ ആക്രമിക്കാൻ വരാറുള്ളത്. അതായത് അവർക്ക് ഒരിക്കലും ശുഭമായ ഒന്ന് വടക്ക് നിന്ന് വരാറില്ല, അല്ലെങ്കിൽ അവിടുത്തെ ജോഗ്രഫിക്കൽ പൊസിഷൻ അനുസരിച്ച്. അസീറിയ ആയാലും ബാബിലോൺ ആയാലും മറ്റേത് ഗ്രൂപ്പാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ഈ ജനതയെ ആക്രമിക്കാൻ വരുന്നത് വടക്ക് നിന്നതാണ്. കാരണം തെക്ക് നിന്ന് വരാറില്ല. തെക്ക് നിന്ന് ആകെ വരാൻ സാധ്യതയുള്ളത് മിസ്രീമാണ്. ആ മിസ്രീമും അവരെ തെക്ക് ഭാഗത്തുകൂടെ വന്ന്, അത് തെക്ക് ഭാഗത്തുകൂടെ അല്ല, അവരും വന്ന് പലപ്പോഴും വടക്ക് ഭാഗത്തൂടെ വന്നാണ് ഇവരെ അറ്റാക്ക് ചെയ്യാറുള്ളത്. നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ദൈവം എവിടുന്ന വരുന്നത്? തേമാനിൽ നിന്നും, പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. ഹബക്കൂക്ക് 3:3. 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു. ജ്വരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു. ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. ഒലിവുമല പിളർന്നു പോകുന്നു. നമ്മൾ വായിച്ചില്ലേ? ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു. അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവം ജഡ്ജ്മെന്റ് നടത്താനായിട്ട്, അതായത് എപ്പോഴും ഇത് ഹബക്കൂക്ക് പ്രവാചകൻ ഒരു പ്രവചനമാണ് പറയുന്നത്, ഇസ്രായേലിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള പ്രവചനം. ആ പ്രവചനത്തിന് മുമ്പിൽ പറയുകയാണ്, ദൈവം എന്ത് ചെയ്യാണ്?
ഭൂമിയെ കുലുക്കുന്നുണ്ട്, ജാതികൾ ചിതറിക്കപ്പെടുന്നു, ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കുറേ വേദപുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പർവ്വതങ്ങളെ കുറിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് സങ്കീർത്തനം 18:7, 46:3. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും നമ്മൾ 46:3 വായിക്കുന്നുണ്ട്. 18:7 പറയുന്നു, പർവ്വതങ്ങൾ അവന്റെ മുമ്പിൽ ഭ്രമിക്കുകയാണ്, ട്രംബിൾ ചെയ്തു. ഞങ്ങൾ ഈ പറഞ്ഞ പദങ്ങൾ കേൾക്കണം. നമ്മൾ ഒലിവുമല രണ്ടായിട്ട് പിളർത്തുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ആദ്യം ഇവർ കുലുങ്ങിയോ എന്ന് നമ്മൾ അറിയണം. പർവ്വതങ്ങൾ കുലുങ്ങുന്നു. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 54:10 വാക്യത്തിൽ പറഞ്ഞു, കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും. അത് അക്ഷരാർത്ഥത്തിൽ ഒരു കുന്നും നീങ്ങിപ്പോയതായിട്ടോ ഒരു പർവ്വതം മാറിപ്പോയതായിട്ടോ നമുക്കറിയില്ല. പക്ഷെ യെശയ്യാ 54:10 പറയുന്നത് പർവ്വതങ്ങൾ നീങ്ങിപ്പോകുന്നു എന്ന് കാണുന്നു. നമ്മൾ നേരത്തെ മീഖായുടെ പ്രവചനം, ഞാൻ ആ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചേക്കാം, കാരണം അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. മീഖാ പ്രവചനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. മീഖ 1:4 പറയുന്നു, തീയുടെ മുമ്പിൽ മെഴുകുപോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ മുമ്പിൽ പർവ്വതങ്ങൾ എന്തോന്നു? വാക്സ് പോലെ, മെഴുകുപോലെ ഉരുകുന്നു. മീഖ 1:4 അവണ്ണം തന്നെ സങ്കീർത്തനം 97:5 നമുക്ക് പർവ്വതങ്ങൾ ഉരുകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. യെശയ്യാ 41:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പർവ്വതങ്ങൾ അവന്റെ മുമ്പിൽ പൊടിയായി മാറുകയാണ്. ക്രഷ്ഡ് ദ മൗണ്ടൻസ് ലൈക്ക് എ ഡസ്റ്റ്. പൊടിയാക്കി മാറാം. പർവ്വതങ്ങൾ അവന്റെ മുമ്പിൽ ധൂളിയായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യെശയ്യാ 42:15 പർവ്വതങ്ങൾ അവന്റെ മുമ്പിൽ ശൂന്യമായി പോകുന്നതായിട്ട്, വേസ്റ്റ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ സങ്കീർത്തനം 46:2 വാക്യത്തിൽ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിന്റെ മധ്യേ വീഴുന്നു എന്നതിനെക്കുറിച്ച് ഒരു പദപ്രയോഗം നമുക്ക് കാണുന്നത്. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഞാൻ കുലുങ്ങി പോകത്തില്ലെന്ന സങ്കീർത്തനക്കാരൻ. അപ്പൊ അവിടെ പറഞ്ഞ പർവ്വതം എന്ത് ചെയ്യണം? നേരെ പോയിട്ട് എവിടെ വീഴുക? വെള്ളത്തിൽ വീഴുകയാണ്. അതുപോലെ വേറൊരു കാര്യം പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പർവ്വതങ്ങൾ ത്രോൺ ടു ദ ഗ്രൗണ്ടിലേക്ക് അവനെ, ഞാൻ ആ വാക്യം വായിച്ചു തരാം. എസെക്കിയേൽ 38:20 വാക്യം. കാരണം ഇവിടെയെല്ലാം പർവ്വതങ്ങളെ കുറിച്ചുള്ള പ്രത്യേകമായ ചില വിശദീകരണങ്ങളാണ് കൊടുക്കുന്നത്. നോക്കി, അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവകളെയും കാട്ടിലെ മൃഗം നിലത്തിൽ വീഴുന്ന സകല ഇഴജാതികളൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടുത്തൂക്കങ്ങൾ വീണുപോകും, എല്ലാ മതിലും നിലംപരിചാകും. ഞാൻ എന്റെ സകല പർവ്വതങ്ങളെയും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും. ഈ പർവ്വതങ്ങളോട് കൽപ്പിക്കുന്ന എന്തോ? വാളെടുക്കുക. പർവ്വതം എങ്ങനെ വാളെടുക്കുന്നു? ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ ഒലിവുമല രണ്ടായിട്ട് പിളർന്നു പോകുമെന്ന് ശക്തമായ നിലയിൽ ആധികാരികമായി വാശിയോടെ പഠിപ്പിക്കുന്ന, നിർബന്ധ ബുദ്ധിയിൽ പഠിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയാം. ഇവിടെ യെശയ്യാവിന്റെ പ്രവചനത്തിൽ എസെക്കിയേൽ 38:21 പറയുന്നത് പർവ്വതങ്ങളോട് ഞാൻ കൽപ്പിക്കുക വാളെടുക്കാൻ. അപ്പം പർവ്വതം എന്ത് ചെയ്യണം? വാളെടുക്കണം. പർവ്വതങ്ങൾ കൂലിങ് ഇടിഞ്ഞു വീഴുന്ന പർവ്വതങ്ങളെല്ലാം ഇടിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതുപോലെയുള്ള പദപ്രയോഗങ്ങൾ അങ്ങോളം ഇങ്ങോളം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പം ട്രംബിൾ ചെയ്യുന്നതായ പർവ്വതങ്ങൾ, വിറയ്ക്കുന്ന പർവ്വതങ്ങൾ, ഇടിഞ്ഞു വീഴുന്ന പർവ്വതങ്ങൾ, ഉരുകിപ്പോകുന്ന പർവ്വതങ്ങൾ, മാറിപ്പോകുന്ന പർവ്വതങ്ങൾ, വീണുപോകുന്ന പർവ്വതങ്ങൾ, എന്തിനേറെ വേസ്റ്റായി പോകുന്ന പർവ്വതങ്ങൾ, പൊടിയായി പോകുന്ന പർവ്വതങ്ങൾ ഒക്കെ തന്നെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ. ഈ ഒരു പദപ്രയോഗം എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി ഈ പർവ്വതം എന്തിനെയാണ് കാണിക്കുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വിശുദ്ധ വേദപുസ്തകം ദാനിയേലിന്റെ പ്രവചനത്തിൽ 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 44 മുതൽ വാക്യങ്ങളിലാണ്, കൈ തൊടാതെ ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് ആ ബിംബത്തിന്റെ കാൽപാദത്തിൽ വന്ന് ഇടിക്കുന്നത് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് അവിടെ കണ്ട, എനിക്ക് തോന്നുന്നു നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിലെ ആ ബിംബത്തിന്റെ കാൽപാദത്തിൽ വന്നടിക്കുന്നു. അത് ധൂളിയായി മാറുന്നു, കാറ്റതിനെ ചിതറിക്കുന്നു. അങ്ങനെ ആ കല്ല് ഒരു വലിയ പർവ്വതമായി മാറുന്നു, ഭൂമിയെ മൊത്തം നിറയ്ക്കുന്നു. പർവ്വതം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് കിങ്ഡം, അല്ലെങ്കിൽ സാമ്രാജ്യം, അല്ലെങ്കിൽ ജനവിവാഹം. സാമ്രാജ്യത്തിലുള്ള ജനങ്ങളും അല്ലെങ്കിൽ സാമ്രാജ്യത്തെയാണ് ഈ പർവ്വതം എന്ന് കാണുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളാണല്ലോ. അപ്പം ദൈവരാജ്യം എന്ന് പറയുന്നത് പോലെ പർവ്വതം എപ്പോഴും രാജ്യത്ത്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്റെ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാനായിട്ട് തന്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരെ വിളിച്ചത് സീഷോറിൽ നിന്ന് വിളിച്ച് പർവ്വത മുകളിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിയാണ് അവരോട് സംസാരിക്കുന്നത്. അതിന്റെ അർത്ഥം പർവ്വതം എപ്പോഴും ദൈവരാജ്യത്തിന്റെ
ഒരു ചിത്രമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പർവ്വതങ്ങളെല്ലാം തന്നെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന, ദൈവത്തിന് സഭയ്ക്കും കർത്താവിന്റെ ജനത്തിനും വിരുദ്ധമായി വരുന്ന എല്ലാ രാജ്യങ്ങളെയും സാമ്രാജ്യങ്ങളെയും സൂചിപ്പിക്കുന്ന വാക്കാണ് പർവ്വതങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ജനവിഭാഗം, അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളം, അല്ലെങ്കിൽ അത് ഉൾപ്പെട്ട് നിൽക്കുന്നതായ രാജ്യത്തിന്റെ ജനങ്ങൾ, അല്ലെങ്കിൽ അത് ദൈവത്തോട് ജനത്തോട് യുദ്ധം ചെയ്യാൻ വരുന്നതായ ജനത്തെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്നു, ഉരുകുന്നു, കരയുന്നു, ഇങ്ങനെ ചെയ്യുന്ന പർവ്വതങ്ങളെ. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം കാണുന്നത് കുലുങ്ങി സമുദ്രം എന്ന് വീഴുക എന്നൊക്കെ പറഞ്ഞ് ഇത് ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ആണ്, ഗോഡ്സ് ജഡ്ജ്മെന്റ്. പർവ്വതങ്ങൾ പിളർക്കുന്നു, അത് ജഡ്ജ്മെന്റ് ആണ്. പർവ്വതങ്ങൾ കുലുങ്ങുന്നു, അത് ന്യായവിധിയാണ്. പർവ്വതങ്ങൾ ഉരുകുന്നു, അത് ന്യായവിധിയാണ്. ഇടിഞ്ഞു വീഴുന്നു, ന്യായവിധിയാണ്. മാറിപ്പോകുന്നു. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്, ജനതയ്ക്ക് ദൈവത്താൽ ഒരു ജഡ്ജ്മെന്റ് വരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദങ്ങളാണ് പർവ്വതങ്ങളെ സംബന്ധിച്ചതായ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ സങ്കീർത്തനം 48:11 സിയോൻ ഘോഷിച്ച് ഉല്ലസിക്കുന്നു. ഏതാ സിയോൻ എന്ന് പറഞ്ഞാൽ പർവ്വതം, സിയോൻ പർവ്വതം. ഏതെങ്കിലും പർവ്വതം കൈയടിച്ച് പാട്ട് പാടുന്നതും ഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്? പർവ്വതങ്ങൾ ഘോഷിക്കുന്നു. സങ്കീർത്തനം 98:8, യെശയ്യാവ് 44:23 ഈ 2 വാക്യങ്ങളിൽ പർവ്വതങ്ങൾ പാട്ട് പാടുന്നതായി കാണാം. പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? കുന്നുകളും പർവ്വതങ്ങളും പാട്ട് പാടുന്നു. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും പർവ്വതങ്ങൾ പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പർവ്വതങ്ങൾക്ക് പാടാൻ വായുണ്ടോ? അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഏതെങ്കിലും പർവ്വതം പാടണ്ടേ? ഒലിവുമലയിൽ കാല് ചവിട്ടുമ്പോൾ, അത്യുന്നതന്റെ കാല് ആ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ അത് 2ആയിട്ട് പിളർന്ന് പോകണമെന്ന് നിർബന്ധം വാശിയും പിടിച്ച് യെറുശലേമിന്റെ കുന്നിന്റെ പുറത്ത് കയറി, അവിടുത്തെ ഒലിവുമലയിൽ കയറി അവിടെ ക്രാക്കുണ്ടോ എന്ന് അന്വേഷിക്കുന്ന യഹൂദ റബിമാരും മെസ്സിയാനിക് റബീസും വേദപണ്ഡിതന്മാരും ആർക്കിയോളജിസ്റ്റും ജിയോളജിസ്റ്റും പാസ്റ്റേഴ്സും ബൈബിൾ ടീച്ചേഴ്സും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എവിടെയെങ്കിലും കൈയടിച്ച് പാട്ട് പാടുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന പർവ്വതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂമിയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും പർവ്വതങ്ങൾ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ ബൈബിൾ പറയുന്നു പർവ്വതങ്ങൾ അവന്റെ മുമ്പിൽ പാടുകയാണ്. 49 13-ാമത്തെ അധ്യായം നമ്മള് അതെ സങ്കീർത്തനം യെശയ്യാവിന്റെ 43:13 പറയുന്നു പർവ്വതങ്ങൾ എന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളോട് പ്രവചിക്കുന്നു. ഞാൻ പർവ്വതങ്ങളോട് പ്രവചിക്കും. അപ്പം പർവ്വതങ്ങൾ എന്ത് സ്വീകരിക്കുന്നു? പ്രവചനം സ്വീകരിക്കുന്നു. 55:12 വായിക്കാം. യെശയ്യാവ് എന്ത് പറഞ്ഞു? ദ mountains are receiving the prophecy from God. So God is prophesying to the mountains. ദൈവം ഏതാ മലയുടെ മുകളിൽ? ഹിമാലയത്തിന്റെയും എവറസ്റ്റ് കൊടുമുടിയുടെയും ഒക്കെ നമ്മുടെ ഇവിടെ ആനമുടിയൊക്കെ ഇവിടെ എന്ത് പറയുന്നത് പർവ്വതങ്ങളുണ്ടല്ലോ, അതിന്റെ അടുക്കൽ വന്നിട്ട് ദൈവം തമ്പുരാൻ പ്രവചിക്കുകയാണ്. അത് ജീവനില്ലാത്ത കല്ലുകൂനയോട് മരങ്ങളോട് ദൈവം പ്രവചിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഒരു സിംബോളിക്കലി മനസ്സിലാക്കേണ്ടത്, ബുദ്ധിയോടെ മനസ്സിലാക്കേണ്ടത്, അതൊരു വിഭാഗം ജനതയാണ് കാണിക്കുന്നത്. അപ്പൊ അവരോട് അല്ലെങ്കിൽ ഒരു രാജ്യത്തോടും അതിനുള്ള ജനവിഭാഗത്തോടുമാണ് ഈ പർവ്വതങ്ങൾ ഉപമിച്ചിരിക്കുന്നത്. അതുപോലെ സങ്കീർത്തനം 114:4-5 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞു പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളുന്നു. കുഞ്ഞാടുകളും തുള്ളുന്ന കണ്ടിട്ടില്ലേ? ലോകത്ത് ഏതാ പർവ്വതമാണ് കുഞ്ഞാടിനെ പോലെ തുള്ളിയിട്ടുള്ളത്? ഒരിടത്തുമില്ല, ഒരു പർവ്വതം പോലും തുള്ളിയിട്ടില്ല അല്ലേ? അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഒരു സ്ഥലത്ത് പർവ്വതങ്ങൾ പാടുന്നു, ഘോഷിക്കുന്നു, ആനന്ദിക്കുന്നു, പ്രവചനം സ്വീകരിക്കുന്നു, കൈയട്ടുന്നു, നൃത്തം ചെയ്യുന്നു. പർവ്വതങ്ങളെ സംഗീതക്കാരനൊക്കെ പലപ്പോൾ പറയുന്നത് പർവ്വതങ്ങളെ അവന്റെ മുമ്പിൽ കുഞ്ഞാടുകളെ പോലെ, കുന്നുകളെ മുട്ടാടുകളെ പോലെ ദൈവത്തിന് മുമ്പിൽ ആഘോഷിക്കാനും സ്തുതിക്കുവാനും ഒക്കെ പറയുന്നുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ്? എന്താണ് മനസ്സിലാക്കേണ്ടത്? ദേ ആർ സെലിബ്രേറ്റിംഗ് ഓർ ദൈവം മുമ്പിൽ ആനന്ദിക്കുന്ന പർവ്വതം. അപ്പൊ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിന്റെ ജനം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ട്രംബിൾ ചെയ്യുന്നത് ദൈവത്തിന്റെ കോപത്തെ സ്വീകരിക്കുന്ന ജനവും ആനന്ദിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ്. അപ്പൊ പർവ്വതം എന്തിനെയാ കാണിക്കുന്നത്? മനസ്സിലായോ? ഇത്രയും റെഫറൻസ് തന്നിട്ട് ഇനിയും മനസ്സിലായില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല, കർത്താവ് നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. അപ്പം ഇനി നമുക്ക് നേരെ ഒലിവ് മൗണ്ടിലേക്ക് ഒന്ന് വന്നേട്ടെ. ഒലിവുമല എന്താവുന്നു? ഒലിവുമല ലിറ്ററലി ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ പിളർന്നു പോകും എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബൈബിൾ റെഫറൻസ് അനുസരിച്ച് പർവ്വതം ഉരുകി പോകണ്ടേ? വിശുദ്ധ പർവ്വതം ഹബക്കൂക്കിന്റെ പ്രവചനം പറഞ്ഞനുസരിച്ച് പിളർന്നു പോകണ്ടേ? പക്ഷെ ഇവിടെ ഒലിവുമല എന്താകുമ്പോൾ പിളർന്നു പോവുകയാണ്. അപ്പൊ എന്താണ് ഈ ഒലിവുമല 2ആയി പിളരുക എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ജഡ്ജ്മെന്റ്. അതായത് ഇസ്രായേലിന്റെ മുമ്പിൽ എന്ത് വരാൻ പോകുന്നു? ന്യായവിധി വരാൻ പോകുന്നു.
യഹോവയായ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഇസ്രായേൽ ജനതയ്ക്ക് വരാൻ പോകുന്നു എന്നതിന്റെ പ്രതീകമാണ് ഒലിവുമല രണ്ടായി പിളരുക എന്ന് പറഞ്ഞാൽ. ഒത്തിരി വിശദീകരണങ്ങൾ ഇതോടുണ്ടെങ്കിൽ പക്ഷെ ഞാൻ ബൈബിൾ കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക. ഹിസ്റ്റോറിക്കലി അവിടെ ഒരു പാതയുണ്ടെന്ന് അവർക്ക് പോകാൻ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ മഹാപീഡനം വന്നപ്പോൾ ഈ ദൈവത്തിന്റെ ജനത്തിന് ഓടിപ്പോകുവാനായിട്ട് വഴികൾ തുറക്കപ്പെട്ടു എന്നുള്ളതൊക്കെയുള്ള ധാരാളമായ പഠനങ്ങളും ആശയങ്ങളും ഉണ്ട്. ഞാൻ അതിനെ തിരസ്കരിക്കുന്നില്ല. ഞാൻ അതിനെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് എൻ്റെ ഒരു ചെറിയ ചിന്ത എനിക്ക് എൻ്റെ ചിന്ത എന്ന് പറയാൻ പറ്റത്തില്ല, വിശുദ്ധ ബൈബിളുമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു മനസ്സിലാക്കിപ്പിക്കൽ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ മുമ്പിൽ കൈമാറുകയാണ്. അത് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. പക്ഷെ നിങ്ങൾ മറ്റു മറ്റു ഇടങ്ങളിലുള്ള പർവ്വതങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കോണം. പർവ്വതങ്ങൾ എങ്ങനെയാണ്, കുത്തുള്ളുന്നുണ്ടോ, ചാടുന്നുണ്ടോ, പാടുന്നുണ്ടോ, ആടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഒലിവുമല രണ്ടായിട്ട് പിളരണമെന്ന് നിർബന്ധം പിടിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ജഡ്ജ്മെന്റ് ഓവർ ഒലിവ് മൗണ്ടന് എതിരെയുള്ള ദൈവത്തിന്റെ ജഡ്ജ്മെന്റ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വരാൻ പോകുന്ന ന്യായവിധിയുടെ ഒരു പ്രതീകാത്മകമായ ചിത്രമാണ്. അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. അന്ന് ഒലിവുമല രണ്ടായി പിളരുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനവിഭാഗം, ശ്രദ്ധിച്ചു കേൾക്കണം ഇനി, അവിടുത്തെ ജനവിഭാഗം രണ്ടായിട്ട് പിളർക്കപ്പെടും. സത്യമല്ലേ? ശൂന്യമാക്കുന്ന മ്ലേച്ഛ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ അന്ന് കേൾക്കുന്നവൻ, വായിക്കുന്നവൻ എന്തുവാ, മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഇത് വായിക്കുന്നവൻ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. എന്താണ്? നിങ്ങൾ പെട്ടെന്ന് എവിടോട്ട് ഓടിക്കോണം? പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോക്കോണം. എന്തിനാ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകുന്നത്? ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലം നിൽക്കുമ്പോൾ അന്ന് വായിക്കുന്നവൻ ശ്രദ്ധിക്കണം. എന്താണ്? അതിന്റെ കഷ്ടമടുത്തു, യെരൂശലേം നശിക്കാൻ പോകുന്നു, ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു, ഓടിക്കോ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ ഒരു ജഡ്ജ്മെന്റ് ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന കർത്താവിനെ അറിഞ്ഞ ക്രൈസ്തവർ, യേശുവിനെ വിശ്വസിച്ചവർ, യേശുവിനെ വിശ്വസിക്കാത്തവരും വിശ്വസിച്ചവരും കൂടെ ചേർന്നായിരുന്നു ആ വലിയ പർവ്വതം, ആ വലിയ നാട്. പക്ഷെ അന്ന് ഇത് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ നിന്ന് പലായനം ചെയ്ത് പർവ്വതങ്ങളിലേക്ക് അഭയം തേടിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ റിലേറ്റീവായിട്ടുള്ള ക്രിസ്തു ശിഷ്യനായ ഒരാൾ ഇവരെ നയിച്ച് ബെല്ലായിൽ കൊണ്ടുപോയി അവരെ സുരക്ഷിതമാക്കി എന്ന് നമ്മൾ ചരിത്രങ്ങളിൽ വായിക്കുന്നു. എന്താ സംഭവിച്ചത്? ഒലിവുമല രണ്ടായി പിളർന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനവിഭാഗം, ഒരു കൂട്ടം ആളുകൾ ദേവാലയത്തിനകത്തും മറ്റു കൂട്ടം ആളുകൾ പർവ്വതങ്ങളിലേക്ക് എന്ത് ചെയ്തു? രണ്ടുപേരും പലായനം ചെയ്തു. അവര് രക്ഷപ്പെട്ടു. സോ നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജഡ്ജ്മെന്റിനകത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഒന്ന് വടക്കോട്ട് പോകും, മറ്റൊന്ന് തെക്കോട്ട് പോകും എന്ന് പറഞ്ഞാൽ തെക്ക് എപ്പോഴും ഇസ്രായേൽ തെക്കാണ്, മറ്റേ വടക്കോട്ടുള്ളത് അവര് പർവ്വതങ്ങളിൽ നിന്ന് ഓടിപ്പോയവർ. ഞാൻ അത് എൻ്റെ ചിന്തയിൽ വന്ന കാര്യം ഞാൻ പറയാം. നിങ്ങൾ യോവേലിന്റെ പ്രവചന പുസ്തകത്തിലും നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു വാക്യം കൂടെ ഇതിന് ആധാരമായിട്ടൊന്ന് വായിപ്പാൻ ആഗ്രഹിക്കുക. യോവേലിന്റെ പ്രവചനം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കി. അവിടെ എഴുതിയിരിക്കുന്നു, വിധിയുടെ താഴ്വരയിൽ, വിധിയുടെ വിശാല താഴ്വരയിൽ എന്നൊരു പാടി നമുക്കറിയല്ലേ. വിധിയുടെ താഴ്വരയിൽ അസംഖ്യ സമൂഹം കാണുന്നു. വിധിയുടെ താഴ്വരയിൽ യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. സൂര്യൻ ചന്ദ്രനും ഇരുണ്ടുപോകും, നക്ഷത്രങ്ങൾ പ്രകാശം നൽകുകയില്ല. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിക്കും. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോകും. എന്നാൽ യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക് ദുർഗവുമായിരിക്കും. തന്റെ ജനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുവിനെ സ്വീകരിച്ച ജനത്തിന് അവൻ ദുർഗവും അവനവർക്ക് ശരണവുമായിരിക്കുമെന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെ എന്താ ഇരിക്കുന്നത്? വിധിയുടെ വിശാല താഴ്വരയിൽ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം, ഒരു വലിയ താഴ്വര ഉണ്ടാകുന്നു. ഇതൊരു ചിത്രമാണ്, ഇതൊരു സിംബോളിക്. അക്ഷരാർത്ഥത്തിൽ ഭൂമി ഇങ്ങനെ രണ്ടായിട്ട് പിളരുക എന്നല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ഒലിവുമല രണ്ടായിട്ട് അങ്ങോട്ട് പിളർന്ന് കുറെ ഭാഗം നേരെ വടക്കോട്ടും രണ്ട് തെക്കോട്ടും പോകുക എന്നൊക്കെ പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ എന്തു പറയാൻ? അങ്ങനെ അത് ബൈബിൾ ഒരുപാട് സ്ഥലത്ത് പലതും നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കേണ്ടി വരും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു പറഞ്ഞ ഏത് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നതായിരിക്കും? സ്വർഗീയ രാജ്യത്തിലേക്ക്, അവന്റെ പിതാവിലേക്ക് നോക്കുന്നതിനൊക്കെ പറയുന്ന പദങ്ങളാണ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കുന്നത് വായിച്ചിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്തുവാ? യഹോവയിൽ ആശ്രയിക്കുന്ന പർവ്വതം പോലെ ഇരിക്കുമെന്നാണ്. പർവ്വതം പോലാണ്. അപ്പൊ ഒരുപാട് സിംബോളിക്കുണ്ട് പ്രിയപ്പെട്ടത്, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുക. അപ്പൊ വെളിപ്പാട് പുസ്തകം നോക്കി. വെളിപ്പാട് പുസ്തകം സിംബൽസിന്റെ ബുക്കാണ്. അതിനെ അക്ഷരാർത്ഥത്തിൽ എടുത്തുള്ള അവസ്ഥ പറഞ്ഞു. നമ്മൾ ഗതിയില്ലാതായിപ്പോ. അപ്പൊ നമ്മൾ അറിയേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്,
ഇവിടെ മൗണ്ടൻ എന്ത് ചെയ്തു? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എൻ്റെ അർത്ഥം ജഡ്ജ്മെന്റ് ഇസ് ഗോയിങ് ടു കം അപ്പോൺ ദി പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അപ്പൊ അടുത്തത് സൗത്തിൽ നമ്മൾ കാണുന്നത് എന്തുവാ? ഇനി ഞാൻ സൗത്ത് നോർത്തിലേക്ക് ഒന്ന് പോവാം. സൗത്തിൽ നിന്ന് തേമാൻ കാണുന്നുണ്ട്, പാരാൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൗത്ത് ട്രഡീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സൗത്ത് ഈ അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്രോണമി ചാപ്റ്റർ, ഇങ്ങനെ വാക്യം ഇവിടുന്ന് എടുത്തോട്ടെ, 33-ാമത്തെ അധ്യായത്തിന്റെ ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാമേ. 33-ന് ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാവിത്. യഹോവ അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വരുന്നു. സീനായ് എന്ന് പറഞ്ഞ എവിടെ? തെക്ക് ഭാഗത്ത. അവൻ സേരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ യഹോവയായ ദൈവം ജനത്തെ അനുഗ്രഹിക്കാൻ, പ്രമാണം കൊടുക്കാൻ, വിടുവിക്കാൻ, അവർക്ക് ദുർഗമായി ശരണമായി ദൈവം വരുന്നതിന് എപ്പോഴും വരുന്നത് തെക്ക് ഭാഗത്തായിട്ട് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ 2 വിഭാഗം. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുകയാണ്, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുക, ദൈവത്തിന്റെ ശോഭ വെളിപ്പെടുകയാണ്. അത് എപ്പോഴും തെക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുക. നമ്മളിതൊക്കെ ഈ സെക്രട്ടറി പ്രവചനം നോക്കി 14-ാം അധ്യായത്തിൽ വായിക്കാം. വലിയൊരു താഴ്വര ഉടവായി വന്നു, മലയുടെ പാതി വടക്കോട്ടും പാതി തെക്കോട്ടും വാങ്ങിപ്പോകുന്നു. എന്നാൽ മലകളുടെ താഴ്വര അസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾക്ക് ഭൂകമ്പ ഹേതുവായി ഓടിപ്പോയത് പോലെ നിങ്ങൾ. ഹിസ്റ്റോറിക്കൽ ഒരു സംഭവമായിട്ട് ചേർത്താണ് സംസാരിക്കുന്നത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, നിലവിലുള്ള ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളുമായിട്ട് ചേർത്താണ് ഭാവിയിലെ പല കാര്യങ്ങളും പ്രവാചകന്മാരോട് സംഭവിക്കും. അപ്പം ഇതിനകത്ത് നടുവിൽ ആസൽ വരെ എത്തുന്ന ഒരു വലിയ താഴ്വര ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഡ്യൂട്രോണമിൽ നമ്മൾ വായിക്കുന്നത് ദൈവം പാറാന്, തേമാന്, അതുപോലെ തന്നെ എല്ലാ പദങ്ങളും ദൈവത്തിന്റെ സന്നിധി. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ വായിക്കേണ്ടത്, ഈ ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ ഞാനിങ്ങനെ വായിക്കാം. ഈ വാക്യങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മയിൽ വേണമെങ്കിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ചും വെക്കുക, പ്രയോജനപ്പെടും. ന്യായാധിപന്മാരുടെ 5-ാം അധ്യായത്തിന്റെ 4. യഹോവേ, നീ സെയിരിൽ നിന്ന് പുറപ്പെടുകയിൽ ഏദോം ദേശത്തു കൂടി നീ നടകൊള്ളുകയിൽ ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘം വെള്ളം ചൊരിഞ്ഞു. അപ്പൊ ദൈവം ഇവിടെ നിന്ന് സേർ, ഏദോം, ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ പുറപ്പാടിനെ കാണിക്കുന്നത്, ദൈവം വരുന്ന ഇടത്തെ കാണിക്കുക. പക്ഷെ നോർത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എസെക്കിയേല് 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്നൊക്കെ എടുക്കട്ടെ. വാക്യങ്ങൾ പ്രയോജനപ്പെടും, കാരണം അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു പോയെന്ന് നിങ്ങൾ വിചാരിക്കും. 8-ാം അധ്യായത്തിന്റെ 3, 5, 6 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. 3-ാം വാക്യത്തിൽ അവന്റെ കൈയൊക്കെ ഒന്ന് നീട്ടി എന്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിക്കും ആകാശത്തിനും മധ്യ ഉയർത്തി. ദിവ്യദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിക്കൽ കൊണ്ടുചെന്നു. വടക്കുള്ള വാതിൽ, അവിടെ തീഷ്ണത ജ്വലിപ്പിക്കുന്ന തീഷ്ണമായ ബിംബം ഇരിപ്പിടമുണ്ടായിരുന്നു. വടക്ക് ഭാഗം എപ്പോഴും കാണിക്കുന്ന തീഷ്ണത ജ്വലിപ്പിക്കുന്ന തീഷ്ണമായ ബിംബം. അതിന് 5-ാം വാക്യം നോക്കി, അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശിച്ചെങ്കിൽ തന്നെ ആ തീഷ്ണതാബിംബം കണ്ടു. അപ്പം ഞാൻ ഇത് വേദോസിലെ പല ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഈ നമ്മൾ വായിച്ചിട്ടില്ലേ, വടക്ക് നിന്ന് സൈന്യം വരുന്നതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പ്രസംഗം കേട്ടില്ലേ? എസെക്കിയേൽ 38 വെച്ചിട്ട് വടക്ക് നിന്നൊരു സൈന്യം. ഈ വടക്കുന്നാ വരുന്നത്. എപ്പോഴും ഇവർക്ക് കോടാലി വരുന്നത് വടക്കുന്ന്, ഇവർക്ക് നാശം വരുന്നത് വടക്കുന്ന്. അപ്പൊ വടക്ക് നാശവും തെക്ക് ദൈവത്തിന്റെ ഫേവറുമാണ്. അപ്പൊ ഇത് രണ്ടായിട്ട് പിരിയെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന് ദൈവത്തിന്റെ ഫേവറും മറുവിഭാഗത്തിന് ദൈവത്തിന്റെ ജഡ്ജ്മെന്റും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതെന്റെ കുഴപ്പമൊന്നുമല്ല. സ്തോത്രം. അപ്പോൾ അവിടെ ഈ വടക്ക് ഭാഗത്തുണ്ട് ബാഷാനുണ്ട്, സീദോനുണ്ട്, ടയറുണ്ട്, ഉഗാറിറ്റ് എന്ന് പറയുന്ന ഇവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്ന വടക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളാണ്. അവരെപ്പോഴും ഇസ്രായേലിനോട് യുദ്ധത്തിനും പ്രശ്നത്തിനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ജനവിഭാഗമാണ്. സോ ആ ജനതയാണ് വർഷിപ്പിംഗ് ബാൽ. ഇതിനകത്ത് രണ്ടാമത് വേറൊരു പ്രധാന വിഷയമുണ്ട്. ഈ വടക്കുള്ള ജനത എപ്പോഴും ഇത് മറ്റൊരു രീതിയിലൂടെ ഒരു സ്പ്ലിറ്റും കൂടെ കാണാൻ പറ്റും. ഇസ്രായേൽ ഗ്രഹം ഇസ്രായേൽ മക്കളെ രണ്ടായിട്ട് പിരിഞ്ഞത് കാണാൻ പറ്റും. ഒന്ന് യഹൂദ ഗ്രഹം, രണ്ടെന്ന് ഇസ്രായേൽ ഗ്രഹം. ഈ ഇസ്രായേൽ ഗ്രഹം അവർ ബാലിനെ ആരാധിക്കാൻ ശമരിയുമായിട്ട് ബന്ധപ്പെട്ടു പോയി വടക്ക്. ഇപ്പോൾ ഈ വടക്ക് എന്ന് പറയുമ്പോൾ ദൈവത്തെ കളഞ്ഞിട്ട് പോയ, ബാലിനെ ആരാധിക്കുന്ന, ദൈവത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന, ദൈവത്തിൽ നിന്ന് വിശ്വാസത്യാഗം സംഭവിച്ച ജനവിഭാഗത്തെ വടക്കുള്ളവർ കാണാതെ പോയ ഇസ്രായേൽ എന്നൊക്കെയുള്ള പദങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. വടക്കുള്ളവരെയാണ് അസീറിയ വന്ന് പിടിച്ചോണ്ട് പോയത്. ഈ ചിത്രം മനസ്സിലാകുന്നുണ്ടോ? ഇത് തന്നെയാണ് സംഭവിച്ചത്. റോമാക്കാർ വടക്കുന്ന വന്നിട്ട് ഇവരെ
ബന്ദികളെ കൊണ്ടുപോകുന്നു, 11 ലക്ഷം പേരെ കൊന്നുകളയുന്നു, ബാക്കി കുറെ വിഭാഗത്തെ സ്പെയർ ചെയ്യുന്നു. അവര് എന്താ സ്പെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ ആയിരുന്ന ക്രിസ്തീയ വിശ്വാസികൾ, യേശുക്രിസ്തുവിന്റെ വചനവും അപ്പോസ്തലന്മാരുടെ വാക്കുകളും വിശ്വസിച്ചിരുന്ന ജനം അവര് അവിടെ നിന്ന് രണ്ടായിട്ട് വിഭജിക്കപ്പെടുകയും, തെക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് ദ ഫേവർ ഓഫ് ഗോഡ്. സോ ദേ വെന്റ് ബാക്ക് ടു ദൈവത്തിന്റെ ആ ഫേവറിലേക്കും കരുണയിലേക്കും ദൈവത്തിന്റെ മുഖപ്രകാശത്തിലേക്ക് ജനത വിഭജിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഒലിവുമല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ജഡ്ജ്മെന്റ് ഓഫ്, അതിന്റെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഓഫ് ഇസ്രായേൽ ആണ് എന്ന് മറക്കരുത്. സോ ഡിവിഷൻ ബിറ്റ്വീൻ ദ പീപ്പിൾ, ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതും നമ്മൾ പരമ്പരാഗതമായി പിന്തുടരുന്നതുമായ കുറേ കാര്യങ്ങളെ പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമം തോന്നും. കാരണം അയ്യോ, ഞാൻ പിന്നെ ഇത് പ്രസംഗിച്ചില്ല. ശരി, ഞാൻ എത്രയോ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് തെറ്റുപറ്റി എന്ന് പറയാനുള്ള ഒരു ഹമ്പിൾ ഹാർട്ടാണ് നമുക്ക് ദൈവദാസന്മാർക്ക് വേണ്ടത്. അയ്യോ, അല്ലാതെ ഞാൻ പറയുന്ന വാക്കിന് തെറ്റാവരം ഉണ്ടെന്നൊന്നും വിചാരിക്കുക. നമ്മൾ എത്രയോ പൊട്ടത്തരങ്ങൾ പറയാറുണ്ട്. പക്ഷെ അത് നമുക്ക് നല്ലതാണെന്നും സത്യം ഏതാണെന്നും തിരിച്ചറിയുമ്പോൾ അതിനെ മാറ്റുക എന്നത് ജ്ഞാനമുള്ള ഒരാളുടെ സ്വഭാവമാണ്. അത് നിങ്ങൾ മറന്നുപോകും. ഇനി ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താൻ പോവാണ്. ഈ യേശു കർത്താവ്, അപ്പം ഞാൻ ഒന്നുകൂടെ പറയും, ഇത് ഡിവൈഡ് ചെയ്ത് ഞാൻ പറഞ്ഞു, 2 ജനവിഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നേരെ നിങ്ങളുടെ ചിത്രം ഒന്ന് വന്നേ. ഇവിടെ സിയോൺ, യെരൂശലേം പിക്ചറാണ്. അതിന് മുമ്പിൽ നിൽക്കുന്നത് ഒലിവുമല. ഒലിവുമലയെ ദൈവം എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് പിളർത്ത്, ഒന്നിനെ വടക്കോട്ടും മറ്റൊന്നിനെ തെക്കോട്ടും. ഇതിന് നേരെ അപ്പം യെരൂശലേമിന് നേരെ എന്ത് ചെയ്യും? ഒരു താഴ്വര അങ്ങ് നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു വലിയ ഹൈവേ ഉണ്ടായിരിക്കുക. അപ്പൊ മനുഷ്യകുലം ഇറങ്ങിപ്പോയത് അങ്ങോട്ട് കിഴക്കോട്ടാണ്. അപ്പൊ കിഴക്കോട്ട് പോയ മനുഷ്യരാശിക്ക് തിരികെ എങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള വിളിയാണ്, സിയോനിലേക്ക് വരുവാനുള്ള വിളി. യെശയ്യാവിന്റെ പ്രവചനം നോക്കിക്കേ, അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് പെട്ടെന്നൊന്ന് വന്നാട്ടെ. യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അന്ത്യകാലത്ത് 1 മുതൽ 2-ാം വാക്യം, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ കവനന്റ്. പുതിയ യെരൂശലേം എന്ന, പുത്തൻ യെരൂശലേം എന്ന, ന്യൂ ടെസ്റ്റമെന്റ് എന്നാണ്. കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. എങ്ങനെ ഒഴുകിച്ചെല്ലും? കാരണം യെരൂശലേമിന് നേരെ കിഴക്ക് വശത്തുണ്ടായിരുന്ന ഒലിവുമല എന്താക്കി കളഞ്ഞു? 2ആയിട്ട് പിളർത്തി എന്ന് പറഞ്ഞാൽ ജനതയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ദൈവനിന്ദയെ അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തെ ദൈവം എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. അതായത് ദൈവത്തിന്റെ ജനം എന്താണെന്നും അല്ലാത്തവരെന്താണെന്നും ദൈവം എന്ത് ചെയ്തു? ആ ജഡ്ജ്മെന്റോടെ തെളിയിച്ചു. അതാണ് ഞാൻ ഒരു വാക്കൊന്ന് സ്റ്റേറ്റ്മെന്റ് പറയാൻ ശ്രദ്ധിച്ചു കേൾക്കുക. അതിനെക്കുറിച്ചാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 26 വരെ താഴോട്ട് വായിക്കുമ്പോൾ 25 വരെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരുന്ന് ഞരങ്ങുകയാണ്. ഏത് സൃഷ്ടി? ഓൾഡ് കവനന്റ് ക്രിയേഷൻസ് വാസ് വെയിറ്റിംഗ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്. അപ്പൊ ഒലിവുമല അവിടെ ജഡ്ജ്മെന്റ് നടപ്പളാണ് ദൈവമക്കൾ ആരാണെന്നും വിശ്വാസത്യാഗം സംഭവിച്ചവരാരാണെന്നുള്ള വസ്തുതകൾ 2ആയി വിഭജിക്കപ്പെടുകയും വെളിപ്പെടുകയും ചെയ്തത് എവിടെ നിന്നാണ്? ആ ഒരു സംഭവത്തോടു കൂടിയാണ്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുക? അന്ത്യകാലത്ത് പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ അവസാന കാലത്ത് ദൈവം എന്ത് ചെയ്യുക? അനേക ജാതികൾക്ക് കടന്നു വന്ന് വരുവാൻ പറ്റുന്ന നിലയിൽ സിയോൻ പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മീതെ ഉന്നതമായിരിക്കും. അനേക വംശങ്ങളും ചെന്ന് വരുവിൽ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ജാതികളുടെ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ന്യൂ കവനന്റ്. പർവ്വതങ്ങൾക്ക് മീതെ ഏത് പർവ്വതം ഉന്നതമായിരിക്കും? സിയോൻ പർവ്വതം. ഞാൻ പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ വന്നൊന്നും എനിക്കറിയില്ല. സിയോൻ പർവ്വതം, അതിന് മുമ്പിൽ ഒലിവുമലയെ 2ആയിട്ട് ദൈവം വിഭജിച്ചിട്ട് വടക്ക് പടിഞ്ഞാറായിട്ട് കീറി, ഒന്നിനെ വടക്കോട്ടും മറ്റൊന്നിനെ തെക്കോട്ടും മാറ്റിയിട്ട് നടുവിലൊരു പാത. ദാറ്റ് മീൻസ് ഭൂലാദികൾക്ക് എല്ലാവർക്കും, സകല വംശങ്ങൾക്കും യഹോവയുടെ പർവ്വതത്തിലേക്ക് ഒഴുകി വരാൻ പറ്റുന്ന ഒരു താഴ്വര താണ്ട് ഉണ്ടായി വന്നിരിക്കുന്നു. ദിസ് ഇസ് ഓൾ അബൌട്ട് ന്യൂ കവനന്റ്. ഇന്ന് ഒരു ജാതിക്കും തടസ്സമായി ഒലിവുമലയില്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന ഒരു വംശമില്ല, ന്യായപ്രമാണമില്ല, പൗരോഹിത്യമില്ല. ഇതെല്ലാത്തിനും നീക്കം വരുത്തിയിട്ട് മനുഷ്യകുലത്തിന് ഒരു പുത്തൻ പാത ദൈവം, സിയോനിലേക്ക് ഒരു പെരുവഴി ദൈവം തുറന്നിരിക്കുന്നു. ആ പെരുവഴി തുറന്നതാണ് നമ്മൾ ഈ കാണുന്ന സെഖറിയ പ്രവാചകന്റെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ മനസ്സിലാക്കേണ്ടത്. കൂടുതൽ
വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിംപിളി സിയോൻ പർവ്വതം എല്ലാ പർവ്വതങ്ങളിലും ഉയർന്ന പർവ്വതം. നാവ് ദൈവം അതിനുവേണ്ടി ഏവർക്കും വരുവാനുള്ള വഴി തുറന്നിരിക്കുന്നു. നാമും അങ്ങനെ ആ പാതയിലൂടെ ദൈവത്തിന്റെ ഉപദേശം കേൾപ്പാൻ, ആലോചനകൾ പ്രാപിപ്പാൻ അവിടുത്തെ സന്നിധിയിലെത്തി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് തുറന്ന ആ വലിയ വഴിക്കായി, ജീവന്റെ പുതുവഴിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ നിശ്ചയമായിട്ടും ഇത് നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ഇതിനു മുമ്പുള്ള 2 വീഡിയോസും കൂടെ ചേർത്ത് കാണുവാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ മെസ്സേജിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. അവണ്ണം ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.